കാട്ടാനാക്രമണത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ ബഹുഭൂരിപക്ഷം നടന്നത് രാത്രിയിലാണ്. രാത്രിയിലെ ഇരുട്ടിൽ കാട്ടാനയുടെ സാന്നിധ്യം തിരിച്ചറിയാതെ പോകുന്നത് അപകടത്തിന്റെ തീവ്രത കൂട്ടുന്നു. അട്ടമല ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ ബാലകൃഷ്ണൻ രാത്രി വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടു. വയനാട് നൂൽപ്പുഴയിൽ മാനു ആക്രമണത്തിനിരയായത് രാത്രി 8 മണിയോടെ. ഇടുക്കി പെരുവന്താനത്ത് സോഫി കൊല്ലപ്പെടുന്നത് ഇരുട്ട് വീണ വഴിയിൽ വെച്ച്. രാത്രി ആനയുടെ സാന്നിധ്യം മനസ്സിലാകാതെ പുൽപ്പള്ളിയിലെ വിഷ്ണുവും നടന്നു കയറിയത് മരണത്തിലേക്ക്. മകളെ ഹോസ്റ്റലിലാക്കി രാത്രി വീട്ടിലേക്ക് മടങ്ങിയ നിലമ്പൂരിലെ മണിക്കും വഴിമധ്യേ ജീവൻ നഷ്ടമായി. വീട്ടിലേക്കുള്ള വഴിയിൽ വെളിച്ചമുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുട്ടമ്പുഴയിലെ എൽദോസ് കൊല്ലപ്പെടില്ലായിരുന്നു. അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. ഈ മകനാണ് ഏക ആശ്രയം. രാവിലെ പണിക്കും വേലയ്ക്കുമായിട്ട് ഇറങ്ങി തിരിച്ചതാ. വൈകുന്നേരം 8:30 വീട്ടിൽ അമ്മ ചോറും ആയിട്ട് കാത്തിരുന്നു. ഇപ്പം മകന്റെ അവസ്ഥ എങ്ങനെയാ? അവഗണിക്കപ്പെടേണ്ടവരല്ല, പരിഹരിക്കപ്പെടേണ്ടതാണ് ഇവരുടെ ഈ ദുരവസ്ഥ. മന്ത്രിയും കണ്ട് നമ്മൾ പരാതി കൊടുത്തോ, സോളാർ ഇതൊക്കെ ചെയ്തരാന്ന്, ഫെൻസിങ് ചെയ്തരാന്ന് പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ലെറ്ററും കൂടെ അവിടെ നിന്ന് വന്ന് ഇതായി വന്നപ്പോഴത്തേക്ക് നമ്മൾ കോട്ടയത്തിന് വിളിച്ചപ്പോഴത്തേക്ക് കോട്ടയത്ത് ഓഫീസർ പറഞ്ഞ് അതിൻ്റെ ചെയ്യാനുള്ള പൈസ ആയിട്ടില്ല, അതാകുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ആനയുടെ ശല്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഫോറസ്റ്റുകാരെ വിളിച്ച് പറയും. ഫോറസ്റ്റുകാർ വന്നില്ലെങ്കിൽ വന്നില്ല. ചിലപ്പോൾ വരുവാണെങ്കിൽ ആനയെ ഓടിച്ച് താഴോട്ട് കൊണ്ടുപോയി ആക്കിയിട്ട് ഫോറസ്റ്റുകാർ പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് ആനക്കേരി വരും. ഭയം കൂടാതെ സഞ്ചരിക്കാനുള്ള അവകാശം, അതാണ് ഈ ജനത ചോദിക്കുന്നത്. അവിടെ വഴിവിളക്കുകൾ സ്ഥാപിക്കാനും ട്രെഞ്ച് കുഴിക്കാനും മറ്റ് സ്ഥലങ്ങളിൽ സോളാർ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കാനുമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടായി. കാരണം നടപടി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ ഇതിനുള്ള അനുവാദം നേരത്തെ നൽകിയിട്ടുള്ളതാണ്. ട്രെഞ്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓരോ കാട്ടാന ആക്രമണവും അതാത് പ്രദേശങ്ങളിലെ മാത്രം പ്രശ്നമായി അവശേഷിക്കും. പിന്നീട് വനവകുപ്പ് ഉൾപ്പെടെ ഇത് സൗകര്യപൂർവ്വം മറക്കും. കണക്കുകൾ അപകടത്തിന്റെ തീവ്രത വ്യക്തമാക്കുമ്പോഴും പ്രതിപ്രവർത്തനങ്ങൾ ഇനിയും അകലെയാണ്. ജ്യോതിഷ് ടി മോഹനൻ, മാതൃഭൂമി ന്യൂസ്.